നാടിനെ നടുക്കിയ തേക്കടി ബോട്ടപകട കേസിന്റെ വിചാരണ ഡിസംബർ 12-ന് ആരംഭിക്കും. 2009 ബോട്ട് മറിഞ്ഞ 45 വിനോദസഞ്ചാരികൾ മരിച്ചത്. 30/9/2009 45 വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ച തേക്കടി ബോട്ടപകടം നടന്നത്. കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞും തേക്കടി തടാകത്തിലൂടെ സഞ്ചരിച്ച ജലകന്യക എന്ന ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാരാണ് ദുരന്തത്തിൽ മരിച്ചത്. 75 പേർക്ക് കയറാവുന്ന ബോട്ടിൽ 95 പേരെ കയറ്റി അമിത വേഗത്തിൽ ബോട്ട് ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഡിസംബർ 12-ന് കേസിന്റെ വിചാരണ തൊടുപുഴ 4th അഡീഷണൽ സെഷൻ ജഡ്ജി PN സീതയുടെ കോർട്ടിൽ ആരംഭിക്കും. അഡ്വക്കേറ്റ് EA റഹീമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. വിസ്താരം ഈ 12 തീയതി നടക്കുകയാണ്. ആ വിവരം ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് തയ്യാറായത്. കാരണം ഇത് വളരെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളതാണ്. ഇങ്ങനെയൊരു ബോട്ട് നമ്മുടെ രാജ്യത്തിൽ ജീവോടെടുത്തു അതിന് അനുമതി കൊടുക്കുന്നവരും ശിക്ഷിക്കപ്പെടണം. കാരണം ബേർഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ജീവിതത്തിൽ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ സംഭവിക്കരുത്. അത് മാത്രമല്ല, ഇങ്ങനെ താമസിച്ചു പോയതിനെ കുറിച്ചും ജനങ്ങളിലൊരു അവബോധം ഉണ്ടാകണം. കോട്ടയം CBCDI ജില്ലാ സൂപ്രണ്ടായിരുന്ന KM ബാബു മാത്യു അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ A ചാർജ്, B ചാർജ് എന്നിവ ഹാജരാക്കിയിട്ടുള്ളതാണ്. കേസിൽ 309 സാക്ഷികളെയാണ് വിസ്തരിക്കാനുള്ളതെന്നും EA റഹീം ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. തൊടുപുഴയെ പൊന്നണിയിച്ച കണ്ടരിക്കൽ ജ്വല്ലറി ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 916 HUID ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലിയിൽ 50% ഇളവ്. ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, തൊടുപുഴ.